ഹായ് ഗൈസ്, കുട്ടിപ്പറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാലക്കാട് മുൻകാല ചരിത്രങ്ങളിൽ നടന്നു വരുന്ന ശിവൻ ആൻഡ് പഞ്ചിക ടൂർണമെൻറ്റിൻ്റെ മുൻ ഭാരവാഹികളായിരുന്ന ഹരിയേട്ടൻ, സുരേഷ് ഏട്ടൻ, രാജേഷ് ഏട്ടനും ചേർന്നുകൊണ്ട് PDPT വെണ്ണക്കര എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റിന് രൂപം കൊടുത്തുകൊണ്ട് ആദ്യ വർഷം നല്ല വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ സമ്മാനദാന ചടങ്ങിൻ്റെ ഫുൾ വീഡിയോ ആണത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. കൂടാതെ നമ്മുടെ അതിഥിയായിരിക്കുന്നത് പുറത്തുനിന്നാരുമല്ല, നമ്മുടെ 33 മണിക്കൂർ റെക്കോർഡിട്ട ഇബ്രാഹിം പഴിക്കരയാണ്. ഇബ്രാഹിം പഴിക്കരയ്ക്ക് അതുമായി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി പുതുപ്രായ കമ്മിറ്റി ഷിബു അവരുടെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രദേശ് കമ്മിറ്റി അംഗം കഞ്ഞിക്കോട് നാഗരാജനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അയ്യൂബ് തിരിക്കാട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രദേശ് കമ്മിറ്റി അംഗവും നമ്മുടെ മുതിർന്ന പ്രാവശ്യവും ചെറുപ്പക്കാരനുമായ ശേഖരനെ ഈ സൈഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗം അരുൺമണിയെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഞ്ഞിക്കോട് കമ്മിറ്റി അംഗം ഉണ്ണീഷൻ കഞ്ഞിക്കോട് അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടക്കാമത്ത് സുരേഷ് ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശിവൻ പഞ്ചിക PGA ടൂർണമെന്റ് വെള്ളക്കരയുടെ സുരേഷ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷെഫീഖ് സ്വാഗതം പരിപാടിക്ക് മണപ്പുടിക്കാവ് കമ്മിറ്റി അംഗം മുരളിയേട്ടനെ ഈ പരിപാടിയിലേക്ക് ഹാജരായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈരാഗ്യത്തെ സ്റ്റാലിൻ ഭാഷ അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ രതീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെള്ളക്കര കമ്മിറ്റി സംഘടിപ്പിച്ച 2024 ടൂർണമെന്റിന്റെ സമ്മാന ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ പ്രാവശ്യങ്ങളും ആദ്യം തന്നെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ വേദിയിലെത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ പൊന്നാട അണിയിക്കുന്നതിലേക്ക് ആദ്യമായി പൊന്നാട അണിയിക്കാനായി നമ്മുടെ വിശിഷ്ട വ്യക്തിയായ പ്രദേശ് ടൂർണമെന്റ് കമ്മിറ്റിയുടെ നാഗരാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിനായി വെണ്ണക്കര PDPT കമ്മിറ്റിയുടെ പ്രസിഡന്റും സേവ് PGA ടൂർണമെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ സുരേഷ് തിരുവല്ലയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ട വ്യക്തിയെ പൊന്നാട അണിയിക്കുന്നതിന് പുതുപ്രായ കമ്മിറ്റി പ്രസിഡന്റ് ഷിബോർഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നതിനായി രാജേഷ് ക്ഷണിച്ചുകൊള്ളുന്നു.
നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രാവശ്യ ശ്രീ സ്റ്റാലിൻ മാഷിനെ കൊണ്ടാടിക്കുന്നതിനായി തുളസിയെ വിളിക്കുന്നു. അടുത്തതായിട്ട് അയ്യൂർക്കാരൻ പൊന്നാടടിക്കുന്നതിനായി ജിനീഷേട്ടൻ മണ്ണക്കര കമ്മിറ്റിയുടെ ജിനീഷേട്ടനെ ക്ഷണിച്ചു. അടുത്തതായി ശേഖരന്റെ പൊന്നാടടിക്കുന്നതിനായി മണ്ണക്കര കമ്മിറ്റിയുടെ ആരാധനായിട്ടുള്ള ഹരിയേട്ടനെ വിളിച്ചുകൊള്ളുന്നു. അടുത്ത പരിപാടിയുടെ വേണ്ടിയിട്ട് രതീഷ് ക്ഷണിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി എഡിഷൻ ടീം അംഗം അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിലെ നല്ല പാലക്കാടിൽ നല്ല ഇന്ത്യയിലെ തന്നെ നമ്മുടെ റെക്കോർഡ് കരസ്ഥമാക്കി തന്ന ഇബ്രാഹിം പുരകര നമ്മുടെ വിശിഷ്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊണ്ടാടിയിലേക്ക് സ്വീകരിക്കുന്നതിനായിട്ട് വണ്ണക്കര കമ്മിറ്റിയുടെ ഹരിദാസേട്ടനെയും സുരേഷേട്ടനെയും രാജേട്ടനെയും സ്വീകരിച്ചു കൊടുക്കുന്നു. പൊന്നാട സ്വീകരിക്കുന്നതിന് ഇബ്രാഹിം പുരകരനെ സ്വീകരിച്ചു കൊടുക്കുന്നു. മാപ്പിളക്കാവ് കമ്മിറ്റി മുരളിയേട്ടനെ ആദരിക്കുന്നതിനാണ് മുരളിയേട്ടനെ ക്ഷണിച്ചു കൊടുക്കും. അടുത്തത് നമ്മുടെ PDP ഷെഫീഖാനെ പൊന്നാടിക്കുന്നതിനായി സദാം പള്ളിപ്പത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. പൊന്നാട സ്വീകരിക്കുന്നതിനായി ഷെഫീഖാനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. അടുത്തതായിട്ട് SPBT വണ്ണക്കര കമ്മിറ്റിയുടെ അംഗം സുരേഷ് മൂത്താന്തറ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. പൊന്നാട സ്വീകരിക്കുന്നതിനായി സുരേഷിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. അടുത്തതായി നമ്മുടെ പ്രാവശ്യ കണക്കാമോ സുരേഷിനെ പൊന്നാടിക്കുന്നതിനായി നമ്മുടെ അലിക്കാരെ വിളിച്ചു കൊടുക്കും. അടുത്തതായി കഞ്ചിക്കോട് കമ്മിറ്റി ഉണ്ണികൃഷ്ണനെ പൊന്നാടിക്കുന്നതിനായി രാജീവ് കണ്ണാടിയെ ക്ഷണിച്ചു കൊടുക്കുന്നു. അപ്പോൾ വിശിഷ്ട വ്യക്തികളെല്ലാം പൊന്നാടിക്കുന്നു. അടുത്തതായിട്ട് നമ്മളുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തി ഇബ്രാഹിം പുരകരെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. എല്ലാ പ്രവർത്തകർക്കും നമസ്കാരം. സംസാരിക്കാൻ അറിയില്ല, അതാണ് വലിയ പ്രശ്നം. എല്ലാ വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാ മാർഗക്കാരാണെങ്കിലും എല്ലാവരും വലിയ ആൾക്കാരാണ്. ചേരട്ടെ, നാരായണൻ, ഷിബു, നമ്മുടെ മാഷ് ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞാലേ അത് നടക്കാത്തൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ വെണ്ണക്കര ടൂർണമെന്റിലെ അരിയാട്ടിനും സുരേഷിനും നടത്തുന്ന നമ്മുടെ ഈ എന്താ പറയാ PDP-യുടെ ഈ കമ്മിറ്റിയുടെ ഒരു ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ ക്ഷണിച്ചതിന് വളരെ നന്ദി. അതേപോലെ നമ്മുടെ പ്രാവിന് മാത്രം അത്രയും വലിയ എന്താ പറയാ ആൾക്കാർ കൂടി കാണുന്നത് വേറെ ഒരു പരിപാടിക്കും ഇത്ര ആൾക്കാർ പോയില്ല. നമ്മുടെ പ്രാവിന്റെ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ പാലക്കാടിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പാലക്കാട് മാത്രമാണ് ഈ കൂട്ടുപന്തിയം നമ്മുടെ ഓരോ ഏരിയയിൽ നടക്കുന്നത്. അത് നമ്മുടെ മെമ്പർമാർ എപ്പോഴും അതിനൊരു പ്രോത്സാഹനം കൊടുത്ത് ഈ PGനെ കൊണ്ടു നടക്കാൻ, കമ്മിറ്റിക്കാരെ കൊണ്ടു നടക്കാൻ മത്സരമില്ല, പലരും പല തെറ്റുകളുണ്ടാവും, സ്വാഭാവികം. പക്ഷെ ഇത് കൊണ്ടു നടക്കാൻ നമ്മുടെ മെമ്പർമാരെ ആവശ്യപ്പെട്ട് അതിനെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം.
അതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ ശിവു പറഞ്ഞു നമ്മുടെ പ്രാവുകളെ സ്നേഹിക്കുന്ന പ്രാവ് സ്നേഹികളാണ് ഈ കാണുന്ന എല്ലാവരും. നമ്മുടെ പ്രാവിന്റെ എണ്ണത്തിലും കൂട്ടായ്മയിലാണ് ഈ കാണുന്ന എല്ലാവരും ഒരുമിച്ചോടെ വന്നിരിക്കുന്നത്. വേറെ ഒരു പരിപാടിയിൽ പോയാൽ എത്ര ആൾക്കാരെ കാണില്ല. കാണോ അങ്ങനെ ശിവട്ട കാണോ അതുപോലെ ഒരാളെ കാണില്ല. ഇത് സാധാരണ നമ്മുടെ പ്രാവിന്റെ ഒരു ഒത്തൊരുമയാണ് അതില് എല്ലാവരും. അപ്പൊ ഈ പ്രാവുകളെ സ്നേഹിക്കുക നമ്മുടെ ഒരു സ്പോർട്സ് ആയിട്ട് എടുക്കണം. ഈ മത്സരം പ്രാവിനോടല്ല. പ്രാവ് പറക്കുന്നത് നമ്മുടെ എന്താ പറയുക ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അത്രത്തോളം ഒരു ദിവസം കൊണ്ട് ഇപ്പൊ നിങ്ങള് എന്താ പറയാ 33 മണിക്കൂർ 28 മിനിറ്റ് ഞാൻ പറത്തിയത് ഒരു ദിവസമല്ല, മണിക്കൂറുകളല്ല അല്ലെങ്കിൽ വർഷങ്ങളോളം അതല്ല. ഇതുപോലെ എല്ലാവർക്കും പറത്തണം. എല്ലാവരും എല്ലാ എന്താ പറയുക ടൂർണമെന്റിൽ ചേർന്ന് എല്ലാ ടൂർണമെന്റും പ്രൈസ് വാങ്ങും. അതിന് നമ്മളാണ് മാറേണ്ടത്. കാരണം നമ്മൾ ആദ്യം വീട് കറക്റ്റ് ചെയ്യാം. എല്ലാ ടൂർണമെന്റ് എല്ലാ മെമ്പർമാരും വീട്ടിലുള്ള കാര്യങ്ങൾ ജോലിയാണെന്ന് ജോലി, പഠനമാണെന്ന് പഠനം, ഇത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ പ്രാവിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ. സാമ്പത്തികമായിട്ട് നമുക്ക് ആർക്കും മുന്നോട്ട് വലിയ ആരും ഞാനൊക്കെ വളരെ മോശമുള്ളതാണ്. അപ്പൊ അതേപോലെ എല്ലാവരും വളരെ മോശമുള്ളതാണ്. പക്ഷെ സാമ്പത്തികം ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കാശിനല്ല ഈ ടൂർണമെന്റ് നടത്തുന്നതും വിടുന്നതും. ഇത്രയും കമ്മിറ്റിക്കാരും അവർക്ക് ഒരു ഉറപ്പ് കിട്ടാനോ അവര് ഒരു ഉറപ്പ് എടുക്കാനോ ഉള്ളതല്ല. നമ്മളെ പോലെയുള്ള മെമ്പർമാർ ചേർന്ന് ആ മെമ്പർമാർ കറക്റ്റായ അതിന്റെ ഫീസ് കാര്യങ്ങളെല്ലാം കൊടുത്താല് ഇതുപോലെയുള്ള കപ്പുകളാണ്. ഇതാണ് നമ്മുടെ സന്തോഷം. ഇന്നത്തെ ഉത്സവം എന്ന് പറയുന്നത് നമ്മളെ ഈ പ്രൈസ് വാങ്ങി നമ്മൾ പറന്ന് ആ സമയത്തില് കപ്പ് വാങ്ങുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അത് വലിയൊരു സന്തോഷമാണ്. അപ്പൊ അനുഭവിക്കുമ്പോഴാണ് അതിന്റെ സുഖവും കാര്യങ്ങളും അറിയാതെ പറയല്ലേ. അതുപോലെയാണ് സംഭവം. അപ്പൊ ഇതിനെല്ലാവരും മെമ്പർമാരെ നമ്മളെല്ലാവരും ഈ സേവ് ബീച്ച് തന്നെ കുറച്ചും കൂടി എന്താ പറയാ മുൻകരുതലോടെ എന്താ പറയാ അതിന്റെ എല്ലാ ഇതും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ നമ്മുടെ പുതിയ കമ്മിറ്റി നമ്മുടെ വട്ടക്കര കമ്മിറ്റിയിലെ പുതിയ ഒരു ടൂർണമെന്റ് ആണ്. ടൂർണമെന്റ് എല്ലാവരും നടത്തണം. അതിന് കൊണ്ടു നടക്കണം. ബുദ്ധിമുട്ട് അവരോട് ചോദിക്കണം. ഞാനൊരു ടൂർണമെന്റ് നടത്തിയപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായി. അതോടെ നമ്മളും നിർത്തി. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുതുപ്പേര വട്ടക്കര ഡിസ്ട്രിക്ട് ടൂർണമെന്റ് എല്ലാ ടൂർണമെന്റ് 8 ടൂർണമെന്റ് നമ്മുടെ പാലക്കാടുണ്ട്. എല്ലാവരും എല്ലാ ടൂർണമെന്റും ചേരുക. അതേപോലെ എല്ലാ ടൂർണമെന്റും ഫീസ് അടയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് കൊണ്ടുപോയാൽ എല്ലാവർക്കും ഒരു പറവ കൺഫേമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നെ അന്ന് പറഞ്ഞ ഈ കാണുന്നതിനേക്കാളും കൂടുതൽ അന്ന് എല്ലാവരും പറവ കാണാൻ വന്നിരുന്നു. അവരെല്ലാവരും പ്രാർത്ഥന ആ പ്രാവ് ഇരിക്കട്ടെ ചേരണം പറഞ്ഞാൽ ആ പ്രാവ് ഇരുന്നാലാണ് ഈ സമയമുള്ളൂ. അത് മാറിയിരിക്കുക വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാനൊന്നും ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം പറയാ അത്ര പറഞ്ഞത് കാര്യമില്ല. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിലല്ലേ അത് തുടരുള്ളൂ. അതിന് എല്ലാവരോടും വളരെ നന്ദി അറിയിക്കണം. കാരണം ഈ കാണുന്നതിനേക്കാൾ അത്രയോ ആൾക്കാർ അവർ വന്നിട്ട് എല്ലാവരും ഒരു നല്ലൊരു പ്രാർത്ഥന കിട്ടി. അതിന്റെ ഒരു എന്താ പറയാ പഠിച്ചോണ്ട് ഒരു വലിയൊരു അനുഗ്രഹമായി കണക്കിരുന്നു. നിങ്ങളുടെ എല്ലാവരും ഇന്നും ഇതേപോലെ എല്ലാവർക്കും പ്രോത്സാഹനം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ബ്രദേഴ്സ് കമ്മിറ്റി അംഗം ശേഖരന്റെ ശബ്ദമുള്ളൂ. പ്രിയ പ്രാർത്ഥനകളെ, എന്റെ കുടുംബ അംഗങ്ങളെ, ആദ്യമായി ഈ വേദി ഒരുക്കിത്തന്ന വെണ്ണക്കര കമ്മിറ്റിക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. എന്തായാലും ഒരു പപ്പടപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഓരോ പ്രദേശങ്ങളിലും ഞാൻ വീണ്ടും പപ്പടപ്പണി എന്ന് പറയുന്ന ആ പേര് പറഞ്ഞ ആരെങ്കിലും ഓർമ്മയില്ല 10 രൂപ എനിക്ക് അയക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി ആ ഒരു വ്യക്തിയെ പല വേദികളിലും വിളിച്ചു വരുത്തി പൊന്നാള അണിയിച്ച് നമ്മളെ ഉയർത്തി കാണിക്കുന്നതിൽ ഈ പ്രാവുകൾക്കുള്ള അതായത് എന്റെ കുടുംബ അംഗങ്ങൾക്കുള്ള ആ ഒരു കടപ്പാട് അത് ആകുന്നത്ര ആഘോഷിക്കുക എന്നുള്ള ഒരു കാഴ്ചയിലാണ് ഞാൻ ഉള്ളത്. എന്തായാലും എന്റെ ഇന്റർവ്യൂവിലും കഴിഞ്ഞ സിനിമ വിടാനായി. ആ സിനിമ വിടാനായ സമയത്തും എല്ലാ ഭാഗത്തേക്കും എത്താനുള്ള ഒരു ആർജവം എല്ലാമായ പഠിച്ച തമ്പുരാൻ എനിക്ക് തന്നുണ്ട്. തന്നതിനനുസരിച്ച് എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ പാലക്കാട്ടില് പ്രാവുകൾ വളർത്തുന്ന മുഴുവൻ ആളുകളും വളരെ മോശക്കാരാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മുടെ സംസ്ഥാനം പല വിധത്തിലും മുന്നോട്ട് വന്നിട്ട് പല കാര്യങ്ങളിലും ഫസ്റ്റ് റാങ്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നാൽ ഈ
പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ പാലക്കാട്ടുകാരെ ഉയർത്തിക്കാണുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളത് പ്രാവുകളുടെ പേരിലാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിലെല്ലാം പ്രാവ് മത്സരമുണ്ട്, പ്രാവ് പറക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ചുറ്റുപാട് ഉണ്ടാക്കി തരാൻ പറ്റിയത് പാലക്കാട് ജില്ലയിലുള്ള കമ്മിറ്റിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൂർണമെന്റ് കമ്മിറ്റികൾ, ഈ ടൂർണമെന്റ് കമ്മിറ്റികളെ സംബന്ധിച്ച് ഈ 9 മാസക്കാലം ഓരോ പ്രാവുകാരനും പ്രാവുകളെ വളർത്തുമ്പോൾ ഈ 3 മാസക്കാലം അവനവന്റെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീട്ടുകാരുടെയും അയൽപക്കക്കാരുടെയും വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പ്രാവുകളെ രാത്രിയില്ല, പകലില്ല, ഊടില്ല, ഉറക്കമില്ല, മഴയില്ല, വെയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാവുകളെ പറപ്പിച്ചിട്ടാണ് ഇന്ന് ഓരോരുത്തരും നമ്മൾ നല്ലൊരു സമയം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ പ്രാവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തെയും നല്ല രൂപത്തിൽ നോക്കിയാൽ അവരുടെ കൂടെ നമുക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ രാത്രി 12 മണിക്കൂർ ഒരു കണ്ടന്റായ കൂട്ടുകാർ വെച്ച് തരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഊർജ്ജവും ആദ്യവും വരും. ഇപ്പോൾ ഷിബുവിന്റെ കൂട്ടുകാരി 38 ആളുകൾ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് വീട്ടിന്റെ പ്രോത്സാഹനം കൊടുത്തിരുന്നത്. മറിച്ച് എന്റെ വീട്ടിൽ അതെല്ലാം ചെയ്തു 10 മണിയാകുമ്പോൾ താഴ്ത്തു വന്നിട്ട് വാതിൽ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ പറയുന്നത്. പക്ഷെ എനിക്കതിനുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കേൾക്കേണ്ടി വരുന്നു. അതേ നേരത്ത് നമ്മുടെ ഇബ്രാഹിം പണിങ്ങര ഇന്ന് ഓൾ ഇന്ത്യ ലെവലിൽ റെക്കോർഡ് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു 3 മാസക്കാലം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു ബോധമില്ലാതെ നല്ല രൂപത്തിൽ ആ കുടുംബത്തെയും അതുപോലെ തന്നെ കുടുംബം ചെയ്യുന്ന എല്ലാ കമ്മിറ്റികളിലും പൈസ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ പോകുന്നത് കാരണം മൂപ്പിലെ കുടുംബത്തിന് പ്രശ്നമില്ല. അന്തസ്സായ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഇനിയും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് തിരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇന്ന് ഈ കാണുന്ന 8 ടൂർണമെന്റ് കമ്മിറ്റികൾ, ഈ 8 ടൂർണമെന്റ് കമ്മിറ്റികളെ ഒരു വേദി ഇരുത്താനുള്ള ഒരു സാഹചര്യം ഈ പാലക്കാട് ജില്ലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മറിച്ച് നിങ്ങൾ പല സദസ്സുകളിൽ പോയിട്ടുണ്ടാവും. ഈ പല സദസ്സുകളിലും ഈ ടൂർണമെന്റ് കമ്മിറ്റിക്കാരൻ പിരിച്ചുവിടുമ്പോ ആ ടൂർണമെന്റ് കമ്മിറ്റിക്കാരൻ പങ്കെടുക്കില്ല, അവൻ പിരിച്ചുവിടുമ്പോ ഇവൻ പങ്കെടുക്കില്ല, ഇവനെ പറ്റി അവൻ കുറ്റം, അവനെ പറ്റി ഇവൻ കുറ്റം. നമ്മൾക്ക് ഓരോരുത്തർ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളെല്ലാം നല്ല കാര്യം മാത്രമേ ചെയ്യും എന്നൊന്നും ആരും കരുതരുത്. പോരായ്മകൾ എനിക്കുമുണ്ട്, അതുപോലെ നിങ്ങൾക്കുമുണ്ട്. ആ പോരായ്മകൾ ഓരോ സമയത്ത് കൊടുക്കുമ്പോൾ തിരുത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. പരമാവധി പ്രാവുകളുടെ എണ്ണം കമ്മിയാക്കുക. അതുപോലെ തന്നെ പ്രാവുകളുടെ പിടുത്തം, ഈ പിടുത്തം ഒഴിവാക്കുക. ഇപ്പോ അപ്പൊ അത് ചിന്തിച്ചിട്ട് പ്രാവിന്റെ പിടുത്തം കമ്മിയാക്കുക, പ്രാവിന്റെ എണ്ണം കുറയ്ക്കുക. വെക്കുന്ന പ്രാവിന് നല്ല രൂപത്തിലുള്ള ആഹാരം കൊടുത്ത് നല്ല രൂപത്തിലുള്ള കൂടുകൾ എടുത്ത് നല്ല രൂപത്തിൽ പ്രാവുകളെ വളർത്തി നല്ലൊരു പേര് സമ്പാദിക്കാൻ ഓരോരുത്തരും. അത് പിന്നെ നേരത്തെ ഇങ്ങനെയുള്ള സ്റ്റേജ് ഇപ്പൊ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പ്രാവ് എന്താണെന്ന്, ഈ പ്രാവിനെ എന്തെല്ലാം ചെയ്യണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെ തിന്നാൻ കൊടുക്കണം എന്നതിനെ കുറിച്ച് എല്ലാ വ്യക്തികൾക്കും, ഇന്നൊരു ഫോണുള്ള എല്ലാ വ്യക്തികൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ ചേർന്ന ഒരാൾക്ക് കാണാത്ത നാഗരകോയിലുള്ള ആളുകളെ ബന്ധം, കാണാത്ത നാഗവട്ടിലുള്ള ആളുകളെ നമുക്ക് ബന്ധം, അങ്ങനെ പല ആൾക്കാരെയും ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ ഈ കല, അതായത് പ്രാവ് പറക്കുന്നത് എല്ലാവർക്കും കഴിയും. പ്രാവ് പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ കലയാണ്. ആ കലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം. ആ ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ പറപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ അനുഗ്രഹായുസും കൂടെ തോന്നണം. കാരണം ഇതിന് ചെറിയ എക്സാമ്പിൾ, നമ്മളിവിടെ ഈ റെക്കോർഡ് അടിച്ച നമ്മുടെ ഇബ്രാഹിം സാറ്റ്, അദ്ദേഹം പ്രാവിന്റെ സമയം രാവിലത്തെ കഴിഞ്ഞു, പകലേക്ക് പ്രാവ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പർശനെ ആ പ്രാവ് ഇറങ്ങി കിട്ടണേ, പർശനെ ആ പ്രാവ് ഇറങ്ങി കിട്ടണേ, ഇതിനു വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ. കാരണം എങ്ങനെയെങ്കിലും ഇരുന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് ആ റെക്കോർഡ് ഉണ്ടാക്കാൻ. ഈ പ്രാവ് നേരം വളർത്തുന്നവരെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പ്രാവ് ഇറങ്ങണം. 7 മണി വരെങ്കിലും പറഞ്ഞ് വേറെ കൊണ്ടിന് പ്രാവ് ഇറങ്ങിയാൽ മാത്രമേ ഇവിടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. രാത്രി 2:38 പറഞ്ഞിട്ട് എന്റെ പ്രാവ് ഉണ്ടായി, എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിലും. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം വേണം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും
നമ്മളൊക്കെ ഒരു കുടുംബത്തില് ഇതിൽ നോക്കി ജാതി മത രാഷ്ട്രീയം ഈ പ്രാവിന്റെ ഇതില് ആർക്കും തന്നെ ഇല്ല. ഇവിടെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പല ആശയങ്ങളുണ്ട്. വോട്ടാന്തരങ്ങളിൽ നമ്മുടെ പുതിയതാണ് പ്രാവ് പറക്കുന്നതെങ്കിൽ നേപ്രബൽ ഞങ്ങൾ 25 ആൾ വോട്ടാന്തരത്തിൽ പ്രാവ് പറക്കുന്നത് നോക്കാൻ പോകും. മറിച്ച് നേപ്രബിലാണ് പ്രാവ് പറക്കുന്നതെങ്കിൽ വോട്ടാന്തരങ്ങളും ഗണേശൻ ഉൾപ്പെടെ പല ആളുകളും വടയും നോക്കാൻ വേണ്ടി വരും. അതാണ് മതസൗഹാർദ്ദം. യഥാർത്ഥ മതസൗഹാർദ്ദം പറയുന്നത് ഈ പ്രാവുകളാണ്. അതിന് നമ്മൾ ഒരു ദോഷം വരുത്താതെ നല്ല രൂപത്തിൽ കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും നമ്മുടെ മക്കളാണ് എന്നുള്ള പോലും നിങ്ങളവിടെയുള്ള പ്രാവിന്റെ ജോലിയിലാൻ പെട്ടവണോ വരിക. എന്റെ അവിടെ ഉണ്ടോ നിങ്ങൾ കൊണ്ടുപോകുക, നിങ്ങളുടെ അവിടെ ഉണ്ടോ നിങ്ങൾ എടുക്കുക. അങ്ങനെ പരസ്പരം കൈമാറിക്കൊണ്ട് പാലക്കാടിന് വീണ്ടും വീണ്ടും ഒരു തവണ ഉൾക്കാടെടുത്തത് കൊണ്ട് കാര്യമില്ല. തുടർച്ചയായിട്ട് ആ ഉൾക്കാട് നിലനിർത്താൻ വേണ്ടി പാടുപെടുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. ഒരു പ്രാവി എടുത്തിട്ട് നിന്ന് കഴിഞ്ഞാൽ മറ്റൊരു പറയും അവന്റെ എന്താ അവനെ ഏരടി വീണതാണെന്ന് അവൻ 8 മണി പറപ്പിച്ചത് എങ്ങനെയാ ഒന്ന് മുക്കി വന്നതാണ് എന്നാ പറയുക. മറിച്ച് ഇന്നൊരു 10 മണി എടുത്ത്, നാളെ 12 മണി എടുത്ത്, മറ്റന്നാൾ 9 മണി എടുത്ത് മറിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഓരോ സമയങ്ങളിൽ മാറ്റം വരും. പക്ഷെ ഓരോ സർട്ടിഫിക്കറ്റ് ഓരോ സദസ്സിൽ കയറാനുള്ള ഭാഗ്യങ്ങളുണ്ടാവും. പ്രാവ് വെക്കണം എന്ന് ഇഷ്ട മനസ്സുണ്ടെങ്കിൽ ആദ്യം പഠിച്ച് പണിയെടുത്ത് കൂലിപ്പണി പെയിന്റിംഗ് പണി സ്വന്തമായി പണിയിട്ടാക്കുക. അവരുടെ കുടുംബം നോക്കാനുള്ള പ്രധാനം നോക്കാനുള്ള എല്ലാവർക്കും നല്ല ഒരു ദിവസം അടുത്ത തവണ നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ കയറി നല്ല പൈസകൾ വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്റ്റാലിൻ മാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ വിശിഷ്ട അതുകൂടാതെ പാലക്കാട് ജില്ലയിലെ പ്രാവപത്ര സംഘടനകളുടെ വിവിധ പ്രതിനിധികളെ, ഗുരുസ്ഥാനികളായ പ്രാവസ്നേഹികളെ, എല്ലാത്തിനും ഉപരി ഈ സദസ്സിനെ 5 നിമിഷം ആഘോഷ മഹോത്സവമാക്കി മാറ്റുന്ന പാലക്കാടിന്റെ സ്വന്തം പ്രിയ പ്രാവസ്നേഹികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി തെയ്യംപെട്ടി വെള്ളക്കര സമാധാന ചടങ്ങിന്റെ ഈ വേദിയിൽ സദസ്സിനെയും വേദിയിലിരിക്കുന്ന ശിശുക്കളെയും അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനായി എന്നെ ക്ഷണിച്ച ഈ കമ്മിറ്റിയോടുള്ള ഭാഗവഹികൾ ഓരോരുത്തരോടും എന്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഈ അവസരത്തിൽ 2 വാക്ക് ആശംസാ വാക്കുകൾ പറയുക എന്ന ഒരു മുഖ്യധർമ്മമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി ഞാൻ ഈ പാലക്കാടിന്റെ എല്ലാ പ്രാവശ്യങ്ങളെയും അകമഴിഞ്ഞ ഹൃദയത്തോടുകൂടി ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. കാരണം പ്രാവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധയോടും പരിചരണവും നൽകിക്കൊണ്ട് അവരെ പരിപാലിച്ച് ഒരു മത്സരത്തിനൊക്കെ അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിരവധി ദിവസങ്ങളോളം മാസങ്ങളോളമുള്ള അധ്വാനത്തിന്റെയും അതുപോലെ തന്നെ ത്യാഗത്തിന്റെയും ഒക്കെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ടാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു അവസ്ഥ. ആദ്യമായി ഈ അവസരത്തിൽ ഞാൻ അവർക്ക് എല്ലാവർക്കും ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ നേർന്നുകൊള്ളുകയാണ്. അടുത്തതായി ഈ പ്രാവശ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ആവേശകരമായ ഒരു ഉത്സാഹം നൽകുന്നതിനുമായിട്ട് പാലക്കാടിന്റെ പ്രാവ് പറത്തൽ മത്സരങ്ങളുടെ സംഘടനകളെയാണ് ഞാൻ അഭിനന്ദിക്കുവാനായിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത്. അവർക്ക് എന്റെ അകമഴിഞ്ഞ അഭിനന്ദന ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അവരുടെ ഉത്സാഹം പ്രചോദനമാണ് ഒരുപക്ഷെ ഇന്ന് ഈ വേദിയിൽ എനിക്ക് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. എനിക്ക് എന്റെ അറിവ് ശരിയായി ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് അഥവാ സുഹൃത്തുക്കൾ ഈ പ്രാവുമായി ബന്ധപ്പെട്ട ഫീൽഡിലാണ് ഉള്ളത്. ഇനി ഞാൻ അധികം കാരണം ട്രോഫികൾ തരാറുണ്ട്, പിന്നെ ഇനിയും നിരവധി സംഘടനാ പ്രതിനിധികളുടെ സംഭാഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമുക്ക് ചുരുക്കിക്കാണെങ്കിൽ മുമ്പായിട്ട് ഈ കമ്മിറ്റി നടത്തിയിട്ടുള്ള മത്സരത്തിന്റെ വിജയികൾക്ക് എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ
നടന്നുകൊടുക്കും. കൂടാതെ ഈ പാലക്കാട് ജില്ലയിലെ എല്ലാ സംഘടനകളും നടത്തിയിട്ടുള്ള വിജയിച്ചിട്ടുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഈ അവസരത്തിൽ എന്റെ ഹൃദയപൂർവമായ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും അഭിനന്ദനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ സർവീസുകൾ എല്ലാ സംഘടനകളുടെ പ്രവർത്തകർക്കും വീരവും ഉത്സാഹവും ആവേശവും നൽകിക്കൊണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ മത്സരങ്ങളും അതുപോലെ തന്നെ സംഘടനകളും ഉണ്ടാകട്ടെ എന്ന് സർവീസുകളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി മുതിർന്ന പ്രവാസിയായ അയ്യൂബ് നെയ്ക്കാരനെ ക്ഷണിച്ചോളാം. എല്ലാ പ്രവാസികൾക്കും നമസ്കാരം. നമ്മുടെ ഈ കമ്മിറ്റിക്ക് ആദ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു ബന്ധം എപ്പോഴും വേണ്ട വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും വലിയൊരു കൂട്ടായ്മ പോകുന്നത്. അത് എന്ത് നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇനിയും നല്ലൊരു ടൈം അടുത്ത വർഷങ്ങളിലും കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ സംസാരത്തിൽ പോയി. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രവാസി കടക്കാമെന്ന സുരേഷിനെ ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരന്മാരുടെ എല്ലാവർക്കും അറിയാം. പല കാര്യത്തിലാണെങ്കിലും പ്രാവുകൊണ്ട് ഇത്ര ആൾക്കാരെ കാണാനും ഒരുമിച്ച് കൂടാനും ഈ ഒരു വേദി നമുക്ക് പങ്കിടാനും അവസരം തന്ന ഈ കമ്മിറ്റിയോട് ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ പ്രാവ് വളർത്തി പ്രാവ് പറത്തി ഇബ്രാഹിക്ക എന്നൊക്കെ എല്ലാവർക്കും ഒരു പാഠമാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും എല്ലാവരും ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഈ പ്രാവ് വളർത്തൽ കീഴിൽ നിൽക്കുന്നത്. പല പ്രശ്നങ്ങളും വീട്ടിലാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മാറ്റി വെച്ചാലും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രാവ് വളർത്തുന്ന സമീപിക്കാൻ എല്ലാവർക്കും ദൈവം അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി കഞ്ചിക്കോട് നാഗരാജനെ ക്ഷണിച്ചോളാം. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗം അരുൺപണി ക്ഷണിച്ചോളാം. പ്രിയപ്പെട്ട എല്ലാ പ്രവാസികൾക്കും നമസ്കാരം. അതുപോലെ തന്നെ വിശുദ്ധ സ്റ്റേജിലിരിക്കുന്ന മുതിർന്ന സായാഹ്നങ്ങൾക്ക് നമസ്കാരം. ഞാൻ പാലക്കാട് ജില്ലയിൽ പ്രാവ് ബന്ധത്തിലൂടെ എല്ലാവരെയും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇരിക്കുന്നവരെ ഏറെക്കുറെ അങ്ങനെ എല്ലാവരും പ്രാവ് ബന്ധത്തിൽ മാത്രമാണ്. അതിലുപരി എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോകണവരെക്കാട്ടി കൂടുതലും പ്രാവസ്നേഹികളാണ് വന്ന് സംസാരിക്കുകയും പ്രാവിന്റെ അന്വേഷണം നമ്മുടെ കുടുംബത്തിലായാലും അന്വേഷണത്തിലൊക്കെ പ്രാവസ്നേഹികളിലൂടെയാണ് എത്തിയത്. പിന്നെ ഇപ്പോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രാവ് വളർത്തുന്നു, പ്രാവ് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ പേര് മത്സ്യങ്ങൾ ചേരുക, ഒരു വർഷങ്ങളിൽ എല്ലാവരും ഒരു ടൂർണമെന്റാണ് ചേരുക, അതിൽ പ്രാവ് വളർത്തുക. ആഴ്ച പദ്ധതിയിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവരും ഒരു ടൂർണമെന്റ് ചേർന്ന് എല്ലാ കമ്മിറ്റിക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ച PDP വടകര കമ്മിറ്റിക്കും അതുപോലെ CFC കമ്മിറ്റിക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി കമ്മിറ്റി അംഗം ഷിബുവിനെ ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന മുതിർന്ന പ്രവാസികൾ ആരും പേരെന്ന് പറയുന്നില്ല. എല്ലാവർക്കും അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന എല്ലാ പ്രവാസികൾക്കും കൂട്ടുകാർക്കും നമസ്കാരം. എന്തായാലും ആദ്യ വർഷമാണ് ഈ PDP ടൂർണമെന്റ് നടത്തുന്നത് തുടങ്ങിയത്. അതില് നമ്മള് ഹരിയാണയിലും അതുപോലെ സുരാജ്, രതീഷ്, രാജേഷ് അങ്ങനെ അവരുടെ കമ്മിറ്റികൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പാലക്കാട് ജില്ലയിലെ അതായത് പാലക്കാട് ജില്ലയിലെ പ്രാവശ്യങ്ങൾക്ക് ഒരു ടൂർണമെന്റ് കൂടി ഒരു അവസരം കൂടി പറപ്പിക്കാൻ ഒരു അവസരം കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഈ വർഷം വളരെ നല്ല രീതിയിൽ പദ്ധതി നടത്തി. അപ്പൊ അത് ആ ഒരു കാര്യത്തിൽ ഞാൻ ആദ്യമേ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ പന്തയം നടത്തി പരിചയമുള്ള ആളുകളാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നല്ല രീതിയിൽ ഈ വർഷം ആദ്യത്തെ പന്തയം തന്നെ വളരെ നല്ല രീതിയിൽ നടത്തുകയും അതുപോലെ പിരിച്ചുവിടാനും സാധിച്ചതില് ആ കമ്മിറ്റിക്ക്
ഞാൻ എന്റെ പേരിലും അതുപോലെ പുതുപ്പുരം ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിലും അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ വേദിയിൽ എന്നെ ക്ഷണിക്കുകയും 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിലും ഞാൻ ആ കമ്മിറ്റിക്ക് നന്ദി പറയാണ്. അതായത് നമുക്ക് പ്രാവശ്യം പറയാം വാട്സാപ്പ് ഗ്രൂപ്പുകൾ. അപ്പൊ ഈ ഒരു ഗ്രൂപ്പില് 2 ദിവസം മുമ്പ് സംസാരിച്ചത് റിയാസൻ തന്നെയാണ് സംസാരിച്ചത്. എന്താ പറഞ്ഞാ പുള്ളി എന്തോ സംസാരത്തിന്റെ ഇടയിൽ ഈ പ്രാവ് 2 കുഞ്ഞുങ്ങൾ അടയുന്നില്ല, ഞാൻ തേങ്ങ തള്ളിക്കൊണ്ട് കൊല്ലും എന്നുള്ള തരത്തിൽ സംസാരിച്ചു. അപ്പൊ ആ ഒരു സംസാരം വന്നപ്പോ നമ്മുടെ വേറൊരാള്, അതായത് പേര് പറയുന്നില്ല, ചിലപ്പോൾ റിയാസിന്റെ ദേഷ്യം വരും, അതുകൊണ്ട് പേര് പറയുന്നില്ല, പുള്ളി പറഞ്ഞു ഞാൻ പാലക്കാട് ജില്ലയിൽ നോക്കി നടന്ന് 2 പേര് പ്രാവുകളെ തുറന്നു വിടും, അടയ്ക്കാൻ ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന സമയത്ത് അതിനെ തല്ലലാണ്, കാലൊടിഞ്ഞിട്ടും അതുപോലെ ചില കൊണ്ടിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാണ് ഞാൻ ആ വ്യക്തികളുടെ പേര് പറയുന്നില്ല, കാണുന്നുണ്ട്, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. അപ്പോ ഈ ഒരു അവസരത്തിൽ ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കാൻ വേണ്ടി ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഗ്രൂപ്പിൽ ഞാൻ ഇവരൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തി പറഞ്ഞു ഇങ്ങനെ 2 വ്യക്തികളുണ്ട് പാലക്കാട് ജില്ലയില്, ഒന്ന് ഡീലാക്കി വിടും എന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാള്, അതായത് നമ്മുടെ പുതുനഗരത്തുള്ള അബ്ദുള്ളാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ഗ്രൂപ്പുകളിലൊന്നും കയറി സംസാരിക്കാറില്ല. അപ്പൊ പുള്ളി വന്നിട്ട് പറഞ്ഞു ദയവ് ചെയ്ത് ഞാൻ നിങ്ങളെല്ലാവരും കാൽ പിടിക്കുക, പ്രാവുകളെ ഉപദ്രവിക്കരുത്, അത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് മനസ്സിൽ തട്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് അത് ആ വോയിസ് കേട്ടാൽ തന്നെ അറിയാം. കാരണം പുള്ളി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് പ്രാവുകള് നമ്മൾ വളർത്തുന്ന ഓണറായാലും ആ സ്ഥലത്തോടും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള സാധനമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണ് അതിന്റെ പ്രശ്നം. പ്രാവുകൾ നമ്മൾ പറക്കാൻ, അതായത് എന്തൊക്കെ ട്രെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ച് പ്രാവുകൾ നമുക്കുള്ള നന്ദി കാണിക്കും. അതായത് പുള്ളി പ്രാവുകളെ കൊടുത്ത് പഴയ പ്രാവുകള് വെളിയിൽ കൊടുക്കുന്ന സമയത്ത് ചില പ്രാവുകള് കൊടുത്ത സ്ഥലത്ത് തീരുന്നില്ലാതെ, അതായത് 2 മണിക്കൂർ ഈ വെള്ളം കുടിച്ച് മാറി നിന്ന് നെഞ്ഞുവെട്ട പോലെ നിന്ന് കുറെ മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് ഇവിടെ കൊണ്ട് നടക്കുന്നില്ല, ഇവിടെ കൊണ്ടിടുമ്പോ അത് ഉമ്മാളിച്ച് കുറുകി നടന്ന് ഓടിച്ചാടി നടക്കുന്ന ഒരു സംവിധാനം ഒരുപാട് പ്രാവുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഒരു ജോഡി കൊടുത്തുകൊണ്ട് ഞാൻ ചില ജോഡികൾ മുട്ട പോലുള്ള 6 മാസത്തോളം മുട്ടയിടാതെ തിരിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന മുട്ടുന്ന ചരിത്രങ്ങളുണ്ട് എന്നൊക്കെ പുള്ളി പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി ഓട്ടോ ഡ്രൈവർ, പെട്രോൾ ഡ്രൈവറാണ്. അപ്പൊ പോയ സമയത്ത് പുള്ളി പോയി തിരിച്ചു വരുമ്പോ പ്രാവിന്റെ ഷാർപ്പായി പൊക്കിന്റെ പോലെ ഉണ്ടാവില്ല, പക്ഷെ എന്റെ വണ്ടിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പ്രാവുകൾ കുടുങ്ങാൻ തുടങ്ങും. അത് വീട്ടിലും പറയുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഈ പ്രാവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് നല്ല അറ്റാച്ച്മെന്റ് ഉള്ള സാധനമാണ്. അതിന് നമ്മളെ മാതിരി കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ മറ്റുള്ള മൃഗങ്ങളാണെങ്കിൽ പോലും, നായ ആയിക്കോട്ടെ, ഒരു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും, അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. പക്ഷെ നമ്മള് പറപ്പിക്കാൻ വിടുന്ന പ്രാവ് നമ്മൾ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങില്ല, കൂട്ടിക്കയറാൻ പറഞ്ഞാൽ കയറില്ല. അതിനറിയില്ല, ആശയവിനിമയം അതിനെ തിരിച്ചറിയാനുള്ള കഴിവില്ല. പക്ഷെ നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് പ്രാവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമ്മള് പ്രാവിനെ പറപ്പിക്കുന്ന സമയത്ത് നമ്മള് പ്രാവിനെ ഇറങ്ങാൻ പറഞ്ഞാൽ അറിയില്ല, പക്ഷെ ചിറക് വിട്ടിട്ട് പ്രാവിനെ ഇറക്കുമ്പോൾ പ്രാവ് ഇറങ്ങും. ഇതേ പ്രാവ് നമ്മളെ രാത്രി ഇറക്കി ശീലിപ്പിക്കുമ്പോ നമ്മള് ചിറക് വിട്ടിട്ട് അത് ഇറങ്ങില്ല, ആ സമയത്ത് ഇറങ്ങുന്നുള്ളൂ. അപ്പൊ പ്രാവിനെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പ്രാവിനെ, അത് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ പ്രാവുകളെ എനിക്കും പറയാനുള്ളത്, ആരും ഉപദ്രവിക്കുന്നത് ഈ കാര്യം ഒന്ന് മനസ്സിലെടുക്കണം. അതായത് നമ്മള് പ്രാവുകളെ കുഞ്ഞുങ്ങള് മുതിർന്ന പ്രാവുകളാണെങ്കിൽ അത് നേരെ കൂട്ടിൽ കയറും, നേരെ കൂട്ടിൽ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങള് അതിന് കളിക്കുഞ്ഞാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ പക്ഷെ അവർ വാശിയാണ്. അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പൊ അത് അവരോട് ചായ നിൽക്കും. ഇപ്പൊ കുഞ്ഞിൽ കിടക്കുന്ന അച്ഛനമ്മയും പ്രാവായിക്കോട്ടെ, ആ പ്രാവുകൾ നമ്മള് തുറന്നു വിടുന്ന സമയത്ത് അതിന് വേണ്ട കാൽസ്യം, അതുപോലെ തന്നെ മണ്ണുകൾ കൊടുത്തില്ല, അതുപോലെ ഏറ്റുകിടത്തിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുള്ളൂ. അതുവരെ നമ്മൾ കൂട്ടിൽ അടയ്ക്കുന്നില്ല, അവർ അതിനോട് ചാടി നിൽക്കും. പക്ഷെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിൽ കയറി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, നമ്മൾ വെളിയിലാക്കി അത് കൂടി തന്നെ പോകും. ഇതാണ് പ്രാവിന്റെ രീതി. അപ്പൊ നമ്മൾ പ്രാവ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് നമ്മള് പ്രാവിനെ സ്നേഹിക്കുക. പ്രാവ് പറത്തലെ മാത്രമല്ല വിജയം, പ്രാവിനെ യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിച്ച് പ്രാവിനെ മനസ്സിലാക്കി ഒരു ജോഡി ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് കാട്ടും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് ഒരു ട്രൈഡറിന്റെ അല്ലെങ്കിൽ ഒരു പ്രാവ് സ്നേഹിയുടെ കഴിവ്. നമ്മളെല്ലാം പറയുന്നുണ്ട് പ്രാവ് സ്നേഹികൾ എല്ലാവരും പ്രാവ് സ്നേഹികൾക്ക് എല്ലാവർക്കും നമസ്കാരം പറയുന്നത്.
പ്രാവ് സ്നേഹികളാവണം നമ്മൾ പ്രാവ് ബിസിനസ്സുകാർ മാത്രമാവരുത്. പ്രാവിനെ പറപ്പിക്കണം, പന്തടിക്കുക, ഈ ഒരു ലക്ഷ്യം മാത്രമല്ല. പ്രാവിനെ പറപ്പിക്കുന്നത് ആ പറക്കുന്ന പ്രാവുണ്ട്, റോമർ പ്രാവുണ്ട്, അതുപോലെ തന്നെ റാവൽസ് പ്രാവുണ്ട്, ഇതിനെല്ലാം നമ്മൾ പ്രൈസ് കൊടുക്കും. ആ പറക്കാൻ ടെൻഡൻസി ഉള്ള പ്രാവുകളെയാണ് നമ്മൾ അതിന്റെ ഇഷ്ടത്തിന് പറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രൈസ് വാങ്ങാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ പ്രാവിന്റെ സ്വഭാവ രീതി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസരത്തിൽ പറയാൻ കാരണം എനിക്ക് ആ അബ്ദുള്ളാണ് പറഞ്ഞത് മനസ്സിൽ തട്ടി. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒന്നോ രണ്ടോ പേർക്ക് ആ ഒരു ശീലം മാറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാനെന്തായാലും കൂടുതൽ പോകുന്നില്ല, വാക്കുകൾ ചുരുക്കുകയാണ്. അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിലും പറയുന്നുണ്ട് പാലക്കാട്ടുകാര് കൊട്ടക്കാട്ടിലെ തവളയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ മാത്രമേ അറിയുള്ളൂ. ഈ ശേഖരണം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ ഈ 2 കമ്മിറ്റി. എത്ര കമ്മിറ്റി ഉണ്ടോ ആ കമ്മിറ്റി ഒരു കുടക്കുഴിയിൽ വന്നിട്ട് പ്രാവ് പന്തയങ്ങൾ നടത്താനും അതുപോലെ തന്നെ പ്രാവിന് വേണ്ട സംരക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ആരെയൊക്കെ ബന്ധപ്പെടണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നോക്കുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ജില്ലയിൽ പോലും ഇതുപോലെ ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണെങ്കിലും സേഫ്റ്റി കമ്മിറ്റി എല്ലാ ഗവൺമെന്റ് കമ്മിറ്റികളും ചേർന്ന് നടത്തുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പൊ നാളെ മാറി വരാം. പക്ഷെ എനിക്ക് തന്നെ അടുത്ത വർഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പോകണം. അതുകൊണ്ട് എനിക്ക് അതിൽ ആക്ടിവേറ്റ് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ടൂർണമെന്റ് ആരെങ്കിലും ആയിരിക്കും പോവുക. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ചിലപ്പോ ഇപ്പം ഈ കമ്മിറ്റി പിരിച്ചു വിടുമ്പോൾ ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ അതിലേക്ക് വന്നിട്ട് മുൻനിരയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണം. കാരണം എല്ലാ പ്രവാസികൾക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് ഈ സേഫ് കിച്ചൻ. പ്രാവിനെ വളർത്താനും അതുപോലെ തന്നെ ഇപ്പൊ 2 വർഷമായി സേഫ് കിച്ചൻ, 3 വർഷമായി. അപ്പൊ ശരി 2 വർഷമായി പന്തയമാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ കമ്മിറ്റി ഈ 2-3 വർഷവും വളരെ നല്ല രീതിയിൽ പാലക്കാട് ടൈമുകൾ വന്നിട്ടുണ്ട്. അതിന് കാരണം ഈ ഒരു കമ്മിറ്റി കൊണ്ട് തന്നെയാണ്. അതായത് നമുക്ക് കാര്യങ്ങൾ നടക്കാതാവുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. എങ്കിലും നമ്മൾ നാലേജ് നോക്കുക 2 വർഷമായിട്ട് നല്ല ടൈമും നമ്മുടെ പാലക്കാട് ജില്ലയിൽ വരാൻ സാധിച്ചു. എല്ലാവർക്കും നടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു കമ്മിറ്റി കൊണ്ട് തന്നെയാണ്. ഈ കമ്മിറ്റിയെ എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കണം. അതിലേക്ക് വന്നിട്ട് അതിനെന്താ വേണ്ടത് അതിനനുസരിച്ച് എല്ലാവരും കമ്മിറ്റികളും അതുപോലെ തന്നെ എല്ലാ പ്രവാസികളും അതിലവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവരുടെ കൂടെ തോളെടുത്ത് നിൽക്കണം. അപ്പൊ ഇപ്പം ചിലപ്പോ അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവുന്നറിയില്ല. പുതിയ ആളുകളാണെങ്കിലും അവരും അതേ മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ പിരിച്ചുവിട്ട കമ്മിറ്റിയെ നമ്മൾ കുറച്ചുകൂടി അഭ്യർത്ഥന അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പ്രൈസിന് അർഹരായ മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ ഈ വർഷം എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സായി പോയാലും അടുത്ത വർഷം നല്ല രീതിയിൽ ഇതിനും വേണ്ടി സമയങ്ങളിൽ പറപ്പിക്കാനിരിക്കുന്ന പറയില്ലേ കാലപാഠില്ല അടുത്ത വർഷം നോക്കാൻ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കും ഒരു അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അതായത് നമ്മുടെ സമ്മാന ചടങ്ങിലേക്ക് കടക്കാം. എ ഗ്രൂപ്പിലെ സർട്ടിഫിക്കറ്റ് ജേതാക്കളെയാണ് നമ്മൾ ക്ഷണിക്കുന്നത്. സംഘടിപ്പിച്ച എ ഗ്രൂപ്പ് മത്സരത്തില് 18ാമത് സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 12 മണിക്കൂറും 9 മിനിറ്റും 10 സെക്കൻഡാണ് അപ്പുദാസൻ മണാഞ്ചേരിയിലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി നമ്മുടെ സേവ് പിച്ചൻ കമ്മിറ്റി അംഗവും യൂട്യൂബറുമായിട്ടുള്ള സബീർ ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. രതീഷ് കോഴികൾ 12 മണിക്കൂറും 24 മിനിറ്റും. ഉണ്ണി കട്ടിക്കോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് 14ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് വെറൈറ്റി കോടതി കണ്ണേക്കാവ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി കറുവടി ഗവൺമെന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ 15ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് EVS ഭാഗമാണ്. 12 മണിക്കൂർ 47 മിനിറ്റുമാണ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഉദയൻ ഗവൺമെന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് 14ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഷിഫുൽ മാസൂരാണ്. 13 മണിക്കൂർ 49 മിനിറ്റുമാണ് കടക്കുന്നത്.
ആശീർവാദം ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് 13ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഷിജു ശ്രീ കറുകോടാണ്. പതിന്റെ സമയം 13 മണിക്കൂർ 50 മിനിറ്റാണ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി റിയാസ് ജയിനോട് അദ്ദേഹത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 12ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് തുളസീധരൻ കൊടുക്കാനുള്ള 14 മണിക്കൂർ 10 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായിട്ട് നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടി റഫറിമാർക്ക് ജേഴ്സിയൊക്കെ നൽകിയിട്ടുള്ള A to Z ഷിജു ശ്രീ കറുകോട് അദ്ദേഹത്തെ ക്ഷണിച്ചു വന്നത്. അടുത്തതായിട്ട് 12ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ജാക്മിനി ബ്രദേഴ്സ് നേതൃത്വ 14 മണിക്കൂർ 45 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. സംഗീതം നൽകുന്നതിനായി തുളസീധരൻ മാത്രമല്ല അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു. അതിനായി 10ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സദാപൂർവ്വ പതിമൂന്നാണ്. പതിവ് സമയം 14 മണിക്കൂർ 49 മിനിറ്റാണ്. നാഗരാജനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് 9ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മളെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഇബ്രാഹിം ബദരിയാണ്. പതിവ് സമയം 14 മണിക്കൂർ 54 മിനിറ്റാണ്. അടുത്തതായിട്ട് 8ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇഷാഷ് ദുർഗയാണ്. പതിവ് സമയം 14 മണിക്കൂർ 56 മിനിറ്റാണ്. സമാധാനത്തിനായി ഉണ്ണികൃഷ്ണൻ കരിക്കോട് ക്ഷണിച്ചു. എല്ലാവരും കൈവരിക്കണ്ട. ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് രാഹുൽ കാർമാറാണ്. പതിവ് സമയം 14 മണിക്കൂർ 51 മിനിറ്റ്. സമാധാനത്തിനായി കർത്താവ് സുരേഷനെ ക്ഷണിച്ചു. അതുകൊണ്ട് 6ാം സ്ഥാനമാണ്. 6ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഷമീർ ചന്ദ്രൻജിയാണ്. പതിവ് സമയം 15 മണിക്കൂർ 18 മിനിറ്റാണ്. സമാധാനത്തിനായി മാനേജർ കമ്മിറ്റി അംഗം സുരേഷനെ ക്ഷണിച്ചു. അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് കമൽ വാത്സവമാണ്. പതിവ് സമയം 15 മണിക്കൂർ 35 മിനിറ്റാണ്. സമാധാനത്തിനായി അയോധ്യ വേദിക്കാരൻ. മഹാരാഷ്ട്ര കരസ്ഥമാക്കിയിട്ടുള്ളത് റവല്യൂഷൻ കിങ്സ് കഞ്ചിയോടാണ്. ഇഷാൻ ദേവ് കർമ്മോട് തോന്നുന്നു. പാർട്ടിയുടെ സമയം 16 മണിക്കൂർ 27 മിനിറ്റാണ്. സമ്മാനം നൽകുന്നതിനായി കമ്മിറ്റി അംഗം ഷിബിക്കായി ക്ഷണിച്ചു.
രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് മഹേഷ് രാവണയാണ്. പാർപ്പിച്ചിട്ടുള്ള സമയം 16 മണിക്കൂർ 31 മിനിറ്റാണ്. അപ്പോൾ ഒന്നാം സ്ഥാനമാണ് ഇരിക്കുന്നത്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കണ്ണൻ കച്ചിക്കോട്. അല്ല ഫസ്റ്റ് എല്ലാവരും കൂടെ കൊടുക്കാം. ഒമ്പതാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സുധീഷ് അഞ്ചാമണി. പാർപ്പിച്ച സമയം 6 മണിക്കൂർ 6 മിനിറ്റോടെ. എട്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് തുളസീധരൻ മൂന്നമല. പാർപ്പിച്ച സമയം 8 മണിക്കൂർ 14 മിനിറ്റും. സമാധാനം ക്ഷമിക്കാൻ പാർപ്പിച്ച സമയം 13 മണിക്കൂർ 18 മിനിറ്റാണ്. അടുത്തതായി 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പാർപ്പിച്ച സമയം 14 മണിക്കൂർ 8 മിനിറ്റാണ്. പാർപ്പിച്ച സമയം 16 മണിക്കൂറാണ്. സമാധാനം കമ്മിറ്റി
സമിതിയംഗം സുബോധനം പ്രദേശ സമിതിയംഗം ശേഖരനെ ക്ഷണിക്കുന്നു. കപ്പ ഒന്ന് ഫേസ് ഓക്കെ. നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള സമയം പർപ്പിച്ചിട്ട് നമുക്ക് അഭിമാനമായി മാറിയിട്ടുള്ള നമ്മുടെ ഇബ്രാഹിം കോഴിക്കര അവരുടെ പാലക്കാട് ഡിസ്ട്രിക്ട് വെള്ളക്കര കമ്മിറ്റി സ്നേഹം ആദരവാണ്. ഇത് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് ഇബ്രാഹിം കോഴിക്കര നൽകുന്നതാണ്. രാവണൻ ചിറക്കാട് 12 മണിക്കൂർ. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഉണ്ണിയേഷ് കഞ്ഞിക്കോട് ക്ഷണിച്ചുകൊള്ളുന്നു. സേവിഞ്ചർ കമ്മിറ്റി അംഗമാണ്. അടുത്തത് 42ാം സ്ഥാനമാണ്. 42ാം സ്ഥാനത്തിൽ 3 പേരുണ്ട്. ആഷിഫ് ഒതുങ്ങോട് 12 മണിക്കൂറും 1 മിനിറ്റും. സമ്മാനം നൽകുന്നതിനായി ഉണ്ണിയേഷ് ക്ഷണിച്ചുള്ളൂ. ഗണേശൻ റെയിൽവേ കോളനി 12 മണിക്കൂറും 1 മിനിറ്റും. ഷിഫിൽ മാപ്പിളക്കാട് 12 മണിക്കൂറും 1 മിനിറ്റും. അടുത്തത് 41ാം സ്ഥാനമാണ്. അനു നിയാറ്റു മണലാഞ്ചേരി 12 മണിക്കൂറും 8 മിനിറ്റും. സമ്മാനം നൽകുന്നതിനായി ആഷിഖ് കളിക്കാൻ ക്ഷണിച്ചോളൂ. 39ാം സ്ഥാനം അരുൺമണി വടക്കന്നറ 12 മണിക്കൂറും 2 മിനിറ്റും. 5 മിനിറ്റും. 39ാം സ്ഥാനം 2 പ്രൈസ്, രണ്ടാളും ഒരേ സമയമാണ്. ലാൻസ് അട്ടപ്പള്ളം 12 മണിക്കൂറും 5 മിനിറ്റും. ലാൻസ് അട്ടപ്പള്ളം. 38ാം സ്ഥാനം AKD വെണ്ണക്കര 12 മണിക്കൂറും 6 മിനിറ്റും. AKD വെണ്ണക്കര. 3
അടുത്തത് 37-ാം സ്ഥാനം സുനി ഉതുങ്ങോട് 12 മണിക്കൂറും 8 മിനിറ്റും. സമ്മാനം നിർവഹിക്കുന്നതിനായി സുരേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് 36-ാം സ്ഥാനം അപ്പുദാസൻ മണലാഞ്ചേരി 12 മണിക്കൂറും 9 മിനിറ്റും. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. 35-ാം സ്ഥാനം സാബു പേഴുങ്കര 12 മണിക്കൂറും 10 മിനിറ്റും. സാബു പേഴുങ്കര 12 മണിക്കൂറും 10 മിനിറ്റും. അടുത്തത് 34-ാം സ്ഥാനം ബാബു പട്ടിക്കര 12 മണിക്കൂറും 12 മിനിറ്റ്. 33-ാം സ്ഥാനം സന്തോഷ് തിരുനെല്ലായി 12 മണിക്കൂറും 13 മിനിറ്റും. മണപ്പള്ളിക്കാവ് കമ്മിറ്റി അംഗം മുരളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. 32-ാം സ്ഥാനം ജാക്വാൽ ബ്രദേഴ്സ് കൊഴിഞ്ഞാമ്പാറ 12 മണിക്കൂറും 15 മിനിറ്റും. 30-ാം സ്ഥാനം അലി മണലാഞ്ചേരി 12 മണിക്കൂറും 16 മിനിറ്റും. അലി മണലാഞ്ചേരി 12 മണിക്കൂർ 16 മിനിറ്റും. 30-ാം സ്ഥാനം റിയാസ് ജൈനിമേട് 12 മണിക്കൂറും 16 മിനിറ്റും. റിയാസ് ജൈനിമേട് 12 മണിക്കൂറും 16 മിനിറ്റും. ഡിസ്ട്രിക്ട് ടൂർണമെന്റ് കമ്മിറ്റി അംഗം അരുൺ മണിയെ ക്ഷണിച്ചോളൂ. 29-ാം സ്ഥാനം ഇമ്പായി മണി തോണിപ്പാളയം 12 മണിക്കൂറും 20 മിനിറ്റും. ഇമ്പായി മണി തോണിപ്പാളയം. 28-ാം സ്ഥാനം VGM പ്രദേശ് ചേറുങ്ങാട്ടുകാവ് 28-ാം സ്ഥാനം 12 മണിക്കൂറും 21 മിനിറ്റും. 27-ാം സ്ഥാനം അയ്യൂബ് നീലിക്കാട് 12 മണിക്കൂറും 28 മിനിറ്റും. 26-ാം സ്ഥാനം ഉദയൻ മൂത്താന്തറ 12 മണിക്കൂറും 33 മിനിറ്റും. കഞ്ചിക്കോട് പ്രദേശ് കമ്മിറ്റി അംഗം നാഗരാജനെ ക്ഷണിച്ചു കൊടുക്കുന്നു. 25-ാം സ്ഥാനം സ്വരൂപ് കഞ്ചിക്കോട് 12 മണിക്കൂറും 34 മിനിറ്റും. സ്വരൂപ് കഞ്ചിക്കോട്. 24-ാം സ്ഥാനം വെറൈറ്റി കൊടിഞ്ഞി കണ്ണയങ്കാവ് 12 മണിക്കൂറും 37 മിനിറ്റും. 23-ാം സ്ഥാനം ആശീഷ് വാര്യമ്പറമ്പ് 12 മണിക്കൂറും 46 മിനിറ്റും. 22-ാം സ്ഥാനം ഷിനോജ് കാവിൽപ്പാട് 22-ാം സ്ഥാനം സിനോജ് കാവിൽപ്പാട് 12 മണിക്കൂറും 56 മിനിറ്റും. തുളസീധരൻ മൂന്നാം ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം നൽകുന്നു. 21-ാം സ്ഥാനം ഫൈസൽ കരീം നഗർ 12 മണിക്കൂറും 57 മിനിറ്റും. 20-ാം സ്ഥാനം പത്തൊമ്പതാം സ്ഥാനം ഇജാസ് പേഴുങ്കര 13 മണിക്കൂറും 10 മിനിറ്റും. ഉദയൻ മൂന്നാതിനെ ക്ഷണിച്ചോളൂ. 18-ാം സ്ഥാനം പ്രകാശൻ മണ്ണക്കര 13 മണിക്കൂറും 34 മിനിറ്റും.
പ്രകാശൻ വെണ്ണക്കര. 17-ാം സ്ഥാനം ഷൺമുഖൻ അയ്യൂബ് തിരുനെല്ലായി 13 മണിക്കൂറും 41 മിനിറ്റും. ഷൺമുഖൻ അയ്യൂബ് തിരുനെല്ലായി 13 മണിക്കൂറും 41 മിനിറ്റും. 16-ാം സ്ഥാനം ഷമീം പേഴുങ്കര 14 മണിക്കൂറും 8 മിനിറ്റും. ഷമീം പേഴുങ്കര. 15-ാം സ്ഥാനം പ്രതീഷ് പപ്പി കടുക്കാങ്കുന്നം 14 മണിക്കൂറും 17 മിനിറ്റും. പ്രതീഷ് പപ്പി കടുക്കാങ്കുന്നം 14 മണിക്കൂറും 17 മിനിറ്റും. ഗോപിയാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രതീഷ് പപ്പി. 14-ാം സ്ഥാനം സുരേഷ് തോണിപ്പാളയം 14 മണിക്കൂറും 23 മിനിറ്റും. സുരേഷ് തോണിപ്പാളയം. 13-ാം സ്ഥാനം ജുജു ശ്രീ കറുകോടി മന്നം 14 മണിക്കൂറും 24 മിനിറ്റും. ജുജു ശ്രീ കറുകോടി മന്നം. 11-ാം സ്ഥാനം റിജു ശ്രീനാഥ് പനന്തൊടി 14 മണിക്കൂറും 45 മിനിറ്റും. അലി മള്ളാഞ്ചേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. 11-ാം സ്ഥാനം ജാക്പീരി ബ്രദേഴ്സ് മേപ്പറമ്പ് 14 മണിക്കൂറും 45 മിനിറ്റും. സമ്മാനം കൊടുക്കുന്നതിനായി മകേഷ് രാപ്പാടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. 10-ാം സ്ഥാനം അസനാർ പള്ളിക്കുളം 14 മണിക്കൂറും 49 മിനിറ്റും. സമ്മാനം കൊടുക്കുന്നതിനായി സാദിഖ് കുളക്കാടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രവീൺ. 9-ാം സ്ഥാനം ശേഖരൻ കള്ളിക്കാട് 15 മണിക്കൂറും 6 മിനിറ്റും. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് പ്രവീൺ യാത്രയെ ക്ഷണിച്ചുകൊള്ളുന്നു. സുജിത്ത് പുതുപ്പുരാരം 15 മണിക്കൂറും 8 മിനിറ്റും. 8-ാം സ്ഥാനം സുജിത്ത് പുതുപ്പുരാരം 15 മണിക്കൂറും 8 മിനിറ്റും. നാഗരാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. 7-ാം സ്ഥാനം അസ്കർ ചടനാകുറിശി 15 മണിക്കൂറും 12 മിനിറ്റും. ഇബ്രാഹിമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി 6-ാം സമ്മാനം ഷമീർ ചടനാകുറിശി 15 മണിക്കൂറും 18 മിനിറ്റും. സമ്മാനം കൊടുക്കുന്നതിനായി വണ്ടക്കര കമ്മിറ്റി പ്രസിഡന്റ് ഹരിയാന. 5-ാം സ്ഥാനം റെവലേഷൻ ചിങ്സ് കഞ്ഞിക്കോട് 16 മണിക്കൂർ. സമ്മാനം നിർവഹിക്കുന്നതിനായി ശേഖരാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നാലാം സ്ഥാനം ഇഷാൻ ഷിബു പുതുപ്പിരാരം 17 മണിക്കൂറും 20 മിനിറ്റും. സമ്മാനം നൽകുന്നതിനായി സാലിം ഭട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, ഇതാ കഴിയാതെ എല്ലാ കമ്പനിയും ലാസ്റ്റ് ഫസ്റ്റ് പ്രൈസ് ഇട്ടോ എല്ലാം കൂടി. 3-ാം സ്ഥാനം ഷാബിർ പുതുനഗരം
ഷാബിർ പുതുനഗരം 18 മണിക്കൂറും 21 മിനിറ്റും. ഷാബിർ പുതുനഗരം. നമ്മൾ സേവ് വിജയൻ കമ്മിറ്റി അംഗവും പുതുപ്പനാരം കമ്മിറ്റി അംഗവും ഷിബോർഡിനെ ക്ഷണിച്ചോളുന്നു. രണ്ടും അല്ലേ? രണ്ടാം സ്ഥാനം കൃപാ തിരുനെല്ലായി 18 മണിക്കൂറും 40 മിനിറ്റും. സുരേഷ് വെണ്ടക്കരയെ ക്ഷണിച്ചോളുന്നു. ഇനി അടുത്തതായി ഒന്നാം സ്ഥാനമാണ് മണികണ്ഠൻ ഒതുങ്ങോട്. മണികണ്ഠൻ ഒതുങ്ങോട് 19 മണിക്കൂറും 25 മിനിറ്റും ഒന്നാം സ്ഥാനം. സമ്മാനം നൽകുന്നതായി സേവ് വിജയൻ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചു കൊടുക്കും. സമ്മാനം നിർവഹിക്കുന്നതായി സേവ് വിജയൻ കമ്മിറ്റി അംഗം എല്ലാവരെയും ക്ഷണിച്ചു കൊടുക്കും. എല്ലാം കൊള്ളട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഇത്രയും നേരം വൈകിയതിൽ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു.